മെക്സ് 7 എന്ന പേരിൽ മലബാറിൽ പ്രചരിക്കുന്ന ഹെൽത്ത് ക്ലബ് കൂട്ടായ്മ നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ രൂപമാണെന്ന് സംശയിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരമൊരു ശാരീരിക വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് സാധാരണക്കാർക്ക് വിശേഷിച്ചൊന്നും അറിവില്ലാതിരിക്കെ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ നടത്തിയ പ്രസ്താവനയിലൂടെയാണ് മെക്സ് 7നെക്കുറിച്ചും അവരുടെ നിഗൂഢ പദ്ധതികളെക്കുറിച്ചും പുറം ലോകം അറിഞ്ഞത്. സംശയാസ്പദമായി തോന്നിയ വാട്സപ്പ് ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുകയും അതിൻ്റെ അഡ്മിനെക്കുറിച്ച് തിരക്കുകയും ആ ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളാണെന്ന് ബോധ്യപ്പെടുകയും വ്യായാമത്തിനായി ഗ്രൂപ്പിൽ അവർ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാൻവാസിങ്ങുകളെല്ലാം സംശയാസ്പദമാണെന്ന് തോന്നുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ സ്പഷ്ടമായ അന്വേഷണത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുവാനുള്ള പരിശ്രമമാണ് ഈ സംഘടനയ്ക്കെന്നും മെക്സ് 7 കൂട്ടായ്മയിൽ തീവ്രവാദികളുടെ സാന്നിധ്യം പോലുമുണ്ടെന്നും പി മോഹനൻ വ്യക്തമാക്കിയത്. കേവലം ഒരു വിവാദം മുമ്പോട്ട് വെച്ചിട്ട് അടുത്ത ദിവസം അതിൻ്റെ ക്രെഡിബിലിറ്റിയും പറഞ്ഞ വാക്കും തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരുന്ന CPMന്റെ പതിവ് രീതികൾക്കപ്പുറത്ത് മെക്സ് 7നെതിരായുള്ള ആരോപണത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയും നിരന്തരമായി ആ കാര്യം ഉയർത്തുകയും ചെയ്യുകയാണ്. മലബാറിലെ മുസ്ലിമുകളുടെ ഇടയിൽ ശക്തമായിരിക്കുന്ന ഈ സംഘടന ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. CPMനെ കൂടാതെ സമസ്ത AP വിഭാഗവും ഇവരുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽപ്പെട്ട് പോകരുത് എന്നുമുള്ള മുന്നറിയിപ്പുകളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നതെന്നും അതിനാൽ വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നും ഇതിൽപ്പെട്ട് പോകരുതെന്നും ഇവരുടെ പ്രവർത്തനം അങ്ങേയറ്റം സംശയാസ്പദമാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ NDF കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും ഇത്തരം ശാരീരിക അഭ്യാസങ്ങളും വ്യായാമ മുറകളും പ്രയോഗിക്കുകയുണ്ടായിരുന്നുവെന്നും സമസ്തയും വ്യക്തമാക്കി. 2022 കൊണ്ടോട്ടിക്കാരനായ ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ ആരംഭിച്ച 21 മിനിറ്റിനുള്ളിൽ പരിശീലിക്കേണ്ട 7 വ്യായാമ മുറകളടങ്ങിയ ഈ പരിപാടി തികച്ചും സൗജന്യമായി അംഗങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ വസ്ത്രമടക്കം പല കാര്യങ്ങളിലും അവർ ശക്തമായ നിബന്ധനകളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത്തരം നിഗൂഢതകൾ തന്നെയാണ് ഇവരുടെ നീക്കങ്ങളെ സംശയാസ്പദമാക്കിയത്. ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് മതരാഷ്ട്ര ആശയങ്ങൾ ഒളിപ്പിച്ചു കടത്തുന്ന അതിതീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയെ കൂടാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളും ഈ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ തുടങ്ങി 2 വർഷത്തിനുള്ളിൽ 1000ഓളം യൂണിറ്റുകളിലേക്ക് ഈ സംഘടന വളർന്നിരിക്കുകയാണ്. ഈ സംഘടനയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഇത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായ ഒരു സംഘടനയാണെന്നും എല്ലാ മതത്തിലും പെട്ടവർ ഇതിൻ്റെ അംഗങ്ങളാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൂട്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാലും നിരോധിത ഇസ്ലാമിക തീവ്രവാദ സംഘടനയുമായി ഈ ഗ്രൂപ്പിനുള്ള ബാന്ധവം സംശയ മുനയിലായിരിക്കെ ഇവർക്കെതിരെ അന്വേഷണവുമായി ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും രംഗത്തെത്തിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് ഈ സംഘടനയുടെ തലപ്പത്തുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റു നേതാക്കന്മാരായ തീവ്രവാദികൾ തങ്ങളുടെ ആൾ സ്വാധീനം ഉപയോഗിച്ച് ഈ സംഘടനയിൽ മേൽക്കോയ്മ നേടിയ കാര്യം മൂലം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ ശൂന്യതയിൽ നിന്ന് ഒരു മെക്സ് 7 ഉണ്ടാവുകയും മാസങ്ങൾക്കകം വളർന്ന് പടർന്ന് പന്തലിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരും. അതുതന്നെയായിരിക്കും NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി അന്വേഷണം ആരംഭിക്കാൻ കാരണവും. മെക്സ് 7 തീവ്രവാദ ലക്ഷ്യമുള്ള സംഘടനയാണെങ്കിലും അല്ലെങ്കിലും പ്രതിരോധിക്കാനാകാത്ത വിധത്തിൽ അവർ ഇപ്പോൾ കുഴയുകയാണ്. സാധാരണഗതിയിൽ ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നുള്ള സംഘടനകൾ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് പിന്നിൽ സംഘപരിവാരും ക്രിസ്സംഗി ഗ്രൂപ്പുകളുമാണ് എന്നും അവർ വിഭാഗീയത ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഗതി മാറ്റുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മെക്സ് 7നെതിരെ ആദ്യം തന്നെ പരാതി ഉന്നയിച്ചതും അവരുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതും മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ സംഘടനയായ സമസ്തയും സുന്നി വിഭാഗമൊക്കെ ആയിരുന്നതിനാൽ അക്ഷരാർത്ഥത്തിൽ അവർ ഇരുട്ടിൽ തപ്പുകയാണ്. ഏതായാലും അന്വേഷണം നീങ്ങുന്ന മുറയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും.